നമസ്കാരം. പ്രധാന വാർത്തകൾ. ബലാത്സംഗ കേസിൽ പ്രതിയായ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിന് കനത്ത തിരിച്ചടി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളി. ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. ചൂണ്ടലിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയിരുന്ന സ്വകാര്യ വാനിൽ കാറിടിച്ച് 5 പേർക്ക് പരിക്ക്. ചൂണ്ടലിൽ ഐസ് പ്ലാന്റിന് സമീപത്ത് വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സീലിംഗ് സാമൂഹിക വിരുദ്ധർ തകർത്ത സംഭവത്തിൽ ചോദ്യം ചെയ്യാൻ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ സ്കൂളിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. തങ്ങൾക്ക് ബന്ധമില്ലാത്ത സംഭവത്തിൽ കുറ്റക്കാരായി പോലീസ് തങ്ങളെ ചിത്രീകരിച്ചത് മാനസികമായി പീഡിപ്പിച്ചുവെന്നും പ്രിൻസിപ്പൽ മറുപടി നൽകണമെന്നും ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. ബലാത്സംഗ കേസിൽ പ്രതിയായ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിന് കനത്ത തിരിച്ചടി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളി. രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിരുന്നു. ജാമ്യാപേക്ഷയിൽ വിശദമായ വാദത്തിന് ശേഷമാണിപ്പോൾ ജാമ്യം തള്ളിയുള്ള സുപ്രധാന വിധി. ഇന്നലെയും ഇന്നും രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ ഇരുവിഭാഗത്തിന്റെയും വാദം നടന്നിരുന്നു. അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം നടന്നത്. ഇന്നലെ 1.5 മണിക്കൂർ നീണ്ട വാദത്തിന് ശേഷം ഒരു രേഖ കൂടി ഹാജരാക്കാൻ പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഇന്ന് പുതിയ തെളിവടക്കം പരിശോധിച്ച ശേഷമാണ് കോടതി വാദം പൂർത്തിയാക്കിയത്. രാഹുലിന്റെ അറസ്റ്റ് തടയണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന ആവശ്യം. എന്നാൽ പ്രതിഭാഗത്തിന്റെ വാദം തള്ളിക്കൊണ്ടാണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. രാഹുലിനെതിരായ വിശദാംശങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. പ്രോസിക്യൂഷൻ വാദങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് രാഹുലിനെ പുറത്താക്കിയത്. നിലവിൽ സസ്പെൻഷനിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന് ഉയർന്ന പരാതികളുടെയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് എംഎൽഎ അറിയിച്ചു. രാഹുൽ എംഎൽഎ സ്ഥാനം ഒഴിയുന്നതാണ് നല്ലതെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. കോൺഗ്രസ് മാതൃകാപരമായ തീരുമാനമാണ് വിഷയത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. ആക്ഷേപം വന്ന സമയത്ത് തന്നെ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. എംഎൽഎ സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതം. കെപിസിസിക്ക് പരാതി കിട്ടിയ ഉടൻ തന്നെ അത് ഡിജിപിക്ക് കൈമാറിയിരുന്നു. നേതാക്കളുമായും കോൺഗ്രസ് ഹൈക്കമാൻഡുമായും ചർച്ച നടത്തി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് ഇതെന്നും കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. ചൂണ്ടലിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയിരുന്ന സ്വകാര്യ വാനിൽ കാറിടിച്ച് 5 പേർക്ക് പരിക്ക്. ചൂണ്ടൽ ഐസ് പ്ലാന്റിന് സമീപം വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. കേച്ചേരി ഭാഗത്തുനിന്നും സ്കൂൾ വിദ്യാർത്ഥികളെ കയറ്റി ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിലേക്ക് വരികയായിരുന്ന വാനിലേക്കാണ് കോഴിക്കോട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ ഇടിച്ചത്. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. ചൂണ്ടലിലെ പുതിയ പാലം കയറി വന്ന കാർ എതിർദിശയിൽ നിന്നും പഴയ പാലത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടെ വാനിന്റെ സൈഡിലാണ് ഇടിച്ചത്. കാറിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ 4 പേർക്കും വാനിലുണ്ടായിരുന്ന ചില വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു. കാർ യാത്രികരായ റൊണാൾഡ് തോമസ്, ബീന തോമസ്, റീറ്റ സോളമൻ, അനിൽ സോളമൻ എന്നിവരും ലേഡി ഇമ്മാക്കുലേറ്റ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി കേച്ചേരി സ്വദേശി റിസിൻ എന്നിവരെ തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഗതാഗത തടസ്സം നേരിട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി യുവാവ് അറസ്റ്റിൽ. ചാവക്കാട് ഒരുമനയൂർ തൈക്കടവ് സ്വദേശി ശ്രീജേഷിനെയാണ് ചാവക്കാട് പോലീസ് പിടികൂടിയത്. ചാവക്കാട് സബ് ഇൻസ്പെക്ടറായ സജിത് മോനും സംഘവും പെട്രോളിംഗ് നടത്തുന്നതിനിടയിൽ മുത്തമാവ് കാരേക്കടവ് ഇരുമ്പുപാലത്തിനടുത്ത് നിന്നിരുന്ന പ്രതിയെ സംശയാസ്പദമായി പിടികൂടുകയായിരുന്നു. 246 ഗ്രാം കഞ്ചാവും 40 ഗ്രാം ഹാഷിഷ് ഓയിലുമാണ് പ്രതിയിൽ നിന്ന് പിടികൂടിയത്. കഞ്ചാവ് തൂക്കിക്കൊടുക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും പ്രതിയിൽ നിന്നും കണ്ടെടുത്തു. പ്രതിക്ക് സമാന രീതിയിലുള്ള 2 കേസുകൾ ചാവക്കാട് സ്റ്റേഷനിൽ നിലവിലുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ എസ്ഐ സജിത് മോൻ, എസ്ഐ അബ്ദുൾ ബാസിദ്, എഎസ്ഐ അൻവർ സാദത്ത്, സിപിഒമാരായ നിഖിൽ, അമർ അബ്ദുൾ മജീദ്, രജിത്, ശിവപ്രസാദ് എന്നിവർ ഉണ്ടായിരുന്നു. കരിവീരചന്തത്തിന്റെയും വാദിവിസ്മയത്തിന്റെയും എഴുന്നള്ളിപ്പുകളുടെ പ്രൗഢി കൊണ്ടും ആവേശം തീർത്ത് കിഴൂർ കാർത്തിക മഹോത്സവം. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 28 ഗജവീരന്മാർ അണിനിരന്നു.
കുന്നംകുളം മേഖലയിലെ പ്രധാന പൂരമഹോത്സവങ്ങൾക്ക് ആരംഭം കുറിച്ചുകൊണ്ടുള്ള പ്രസിദ്ധമായ കിഴൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് എത്തിയത്. തൃക്കാർത്തിക ദിവസമായ വ്യാഴാഴ്ച രാവിലെ വിശേഷാൽ പൂജകളുണ്ടായി. ഉച്ചയ്ക്ക് 1 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. കൊമ്പൻ പീച്ചിയിൽ ശിവൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക കമ്മിറ്റികളുടെ പൂരാഘോഷങ്ങൾ ആരംഭിച്ചു. വൈകിട്ട് 4 മണിയോടെ ദേശപൂരങ്ങളെല്ലാം ക്ഷേത്രത്തിലെത്തി തുടങ്ങി. മണിക്ക് കൂട്ടിയെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ചിറയ്ക്കൽ കാളിദാസൻ, പാമ്പാടി രാജൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ തുടങ്ങി പേരുകേട്ട 28 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. രാത്രി 7 മണിയോടെ 5 ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെയ്യം വേല ആഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തി. പുലർച്ചെ നടക്കുന്ന പൂരാവർത്തനത്തോടെ ഈ വർഷത്തെ കിഴൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവം സമാപിക്കും. സംയുക്ത ഉത്സവ സമിതി പ്രസിഡന്റ് MD ബിനേഷ്, സെക്രട്ടറി പ്രവീൺ കുമാർ, ട്രഷറർ PB അബീഷ്, മറ്റ് ഭാരവാഹികളായ KV ആനന്ദൻ, വിമൽ, കുട്ടൻ, രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പൂരാഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്യും. ഏകാദശി ദിവസം യുവാക്കളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച 5 പേരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരുമനയൂർ തൈക്കണ്ടിപ്പറമ്പിൽ ഷമീർ, പാലയൂർ ഏറച്ചം വീട്ടിൽ ഫാസിൽ, വട്ടേക്കാട് കൊട്ടിലിങ്ങൽ മുഹമ്മദ് ആഷിഖ്, ഒരുമനയൂർ സ്വദേശികളായ ഐനിപ്പുള്ളി വിഷ്ണു, ചക്കേരി അമൽകൃഷ്ണ എന്നിവരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഇൻസ്പെക്ടർ G അജയ്കുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മല്ലിശ്ശേരിപ്പറമ്പ് സ്വദേശി കോറോട്ട് വീട്ടിൽ അക്ഷയിനെയും സുഹൃത്തുക്കളെയും ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതികൾ അറസ്റ്റിലായത്. ഏകാദശിക്ക് രാത്രി മല്ലിശ്ശേരി പറമ്പിലാണ് ആക്രമണമുണ്ടായത്. ഇവർ ഉപയോഗിച്ച ഇരുമ്പു പൈപ്പ്, വടി എന്നിവ പോലീസ് കണ്ടെടുത്തു. ഷാർജയിൽ യുവാവ് ഹൃദയാഘാതം മൂലം നിര്യാതനായി. ചാവക്കാട് മണത്തല മടയക്കടവ് പരേതനായ വലിയകത്ത് അലിയുടെയും തെരുവത്ത് ചാലിൽ ഫാത്തിമത്തിന്റെയും മകൻ ജാഫറാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. അസ്ന ഭാര്യയും ഫിസ മറിയ മകളുമാണ്. ചാവക്കാട് ഘരാന സെക്രട്ടറി TC കോയയുടെ സഹോദരി പുത്രനാണ് പരേതൻ. ഖബറടക്കം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ഇരട്ടപ്പുഴ മൊഹിയുദ്ദീൻ പള്ളി ഖബർസ്ഥാനിൽ നടത്തും. വടക്കേക്കാട് മണികണ്ഠേശ്വരം തെക്കേക്കാട് സെന്ററിൽ നിരവധി പേർക്ക് കടന്നൽ കുത്തേറ്റു. ICS സ്കൂളിൽ നിന്ന് വന്നിരുന്ന 7 വിദ്യാർത്ഥികൾ, മറ്റുള്ള 3 പേർ എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. ഇവരെ പുന്നേർകുളം ശാന്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെണ്ടമേള കലാകാരൻ വേലൂർ പുലിയന്നൂർ മേലേപ്പുരയ്ക്കൽ വേലായുധൻ മകൻ കൊച്ചുണ്ണി അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10:30 ചെറുതുരുത്തിയിൽ നടത്തും. സരോജിനിയാണ് ഭാര്യ. നിഷ, നിധീഷ്, നിമ, നിത എന്നിവർ മക്കളാണ്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കുന്നംകുളം നഗരസഭ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കുന്നംകുളം ഗുരുവായൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. KPCC മുൻ പ്രസിഡന്റ് MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ചു. MM ഹസൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അധ്യക്ഷന് UDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ ഫൈനാൻസ് കമ്മിറ്റി ചെയർമാൻ നെൽസൺ ഐപ്പ്, KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി, CI ഇട്ടി മാത്യു, ബിജോയ് ബാബു, സിജോ കടവിൽ, വാസു കോട്ടോൽ, അമ്പലപ്പാട്ട് മണികണ്ഠൻ, KC റിജിമാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ജനങ്ങൾ വാസ്തവത്തിൽ കുന്നംകുളത്ത് മാത്രമല്ല കേരളത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ഉത്സുകയാണ്. നാട്ടുകാരെല്ലാം നമ്മളെ കാണുമ്പോൾ പറയുന്നത് ഞങ്ങൾ മാറ്റത്തിന് തയ്യാർ, വി ആർ റെഡി ഫോർ ചേഞ്ച്. ഞങ്ങളെപ്പോലുള്ളവരോട് കാണുമ്പോൾ
നിങ്ങൾ തയ്യാറാണോ എന്നാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അവരുടെ അഭിപ്രായം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പലരോടും യാത്രയിൽ ട്രെയിനിലും എല്ലായിടത്തും വെച്ച് കാണുമ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ തുടക്കമാണ് ഈ തെരഞ്ഞെടുപ്പ്. UDF ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് ചൂണ്ടൽ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ലീല രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികൾ അണിനിരന്ന പദയാത്ര സമാപിച്ചു. രണ്ടാം ദിവസത്തെ പര്യടനം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ അധ്യക്ഷനായി. UDF നേതാക്കളായ P മാധവൻ, PS സാധിക്, CT പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടൽ സെന്ററിൽ നിന്ന് ആരംഭിച്ച് സൂര്യഗ്രാമം, പയ്യൂർ മദ്രസ, ചൂണ്ടൽകുന്ന്, ചൂണ്ടൽ പാറപ്പുറം, വെട്ടുകാട് സെന്റർ, ചിറപ്പറമ്പ്, പറപ്പൂർ, പാറന്നൂർ, ചിറനല്ലൂർ എന്നീ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ആയമുക്കിൽ സമാപിച്ചു. ജാഥ ക്യാപ്റ്റൻ ലീല രാമകൃഷ്ണൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ആൻഡോ പോൾ, അഡ്വക്കേറ്റ് അഖിൽ ബാബുരാജ്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ഷീജ ബാബു, PK മല്ലിക, OM ഷാജി, ജെസി ജോസഫ്, ND സജിത് കുമാർ, അനുഷ റസിയാലി, PK പരീദ്, TOCB തുടങ്ങിയവരും ജാഥയിൽ പങ്കുചേർന്നു. UDF കൺവീനർ CT ജെയിംസ്, NA നൌഷാദ്, യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം സെക്രട്ടറി MM മൊഹസിൻ എന്നിവർ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് CCTV സംഘടിപ്പിക്കുന്ന ജനവിധി 2025 തത്സമയ ചർച്ചയിൽ വെള്ളിയാഴ്ച ചാവക്കാട് നഗരസഭ, വേലൂർ പഞ്ചായത്ത്, കടപ്പുറം പഞ്ചായത്ത് പ്രതിനിധികൾ പങ്കെടുക്കും. രാവിലെ 11-ന് ചാവക്കാട് നഗരസഭയുടെയും 12 മണിക്ക് വേലൂർ പഞ്ചായത്തിന്റെയും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് കടപ്പുറം പഞ്ചായത്തിന്റെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന സംവാദം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. ശനിയാഴ്ച രാവിലെ ചൊവ്വന്നൂർ പഞ്ചായത്തിലെയും 12 മണിക്ക് കടവല്ലൂർ പഞ്ചായത്തിലെയും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് പോർക്കുളം പഞ്ചായത്തിലെയും പ്രതിനിധികൾ സംവാദത്തിൽ പങ്കെടുക്കും. ജില്ലാ പഞ്ചായത്തിലെ എരുമപ്പെട്ടി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി റീന ടീച്ചറുടെ പര്യടനത്തിന് ദേശമംഗലത്തു നിന്നും തുടക്കമായി. കൂട്ടുപാതയിൽ നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി PM അമീർ ഉദ്ഘാടനം ചെയ്തു. UDF പഞ്ചായത്ത് ചെയർമാൻ ഷഹീർ ദേശമംഗലം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് വാർഡ് സ്ഥാനാർത്ഥികളായ K പ്രേമൻ, PS ലക്ഷ്മണൻ, ഷംല ഷിഹാബ്, UDF നേതാക്കളായ KK മുഹമ്മദുട്ടി, KM ഷിഹാബ് തലശ്ശേരി, ഇബ്രാഹിം ബഷീർ മനപ്പടി, CM അബ്ബാസ് എന്നിവർ സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തേടത്ത് സ്വാഗതവും UDF കൺവീനർ SP അബ്ദുൽ ഹമീദ് നന്ദിയും പറഞ്ഞു. ഇനി ദേശചരിതം. മാറുമറയ്ക്കൽ ഉൾപ്പെടെ നിരവധി അവകാശ പോരാട്ടങ്ങളുടെ ചരിത്രമുറങ്ങുന്ന ഭൂമികയാണ് വേലൂർ. മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷമാണ് വേലൂരിൽ ഭരണം നടത്തുന്നത്. UDFനൊപ്പം BJPയും ശക്തമായ സാന്നിധ്യമായതോടെ പല വാർഡുകളിലും തീപ്പാറും ത്രികോണപ്പോരാണ് നടക്കുന്നത്. മഹാനായ അർണോസ് പാദ്രിയുടെ കാൽപാദം പതിഞ്ഞ മണ്ണ്, മാറുമറയ്ക്കൽ സമരം, കനാൽ സമരം, ഭൂസമരം തുടങ്ങി ഒട്ടനവധി വിപ്ലവ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാട്. കലയും രാഷ്ട്രീയവും ഇഴചേർന്ന് കിടക്കുന്ന വേലൂർ പഞ്ചായത്ത് ഭരണത്തിനായി മുന്നണികൾ ശക്തമായ പോരാട്ടമാണ് നടത്തുന്നത്. ഉന്നതമായ ചരിത്രം, കലാസാംസ്കാരിക പൈതൃകമുള്ള ദേശമാണ് വേലൂർ പഞ്ചായത്ത്. പച്ചപ്പിട്ട കുന്നുകളും വിശാലമായ നെൽപ്പാടങ്ങളും പുഴയും കുളങ്ങളും നീർച്ചാലുകളും വേലൂർ ഗ്രാമത്തെ മനോഹരമാക്കുന്നു. പൊയ്ക്കുതിരവേലയ്ക്ക് പ്രസിദ്ധമായ മണിമലർക്കാവും 3 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജർമ്മനിയിൽ നിന്നെത്തി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച അർണോസ് പാദ്രിയുടെ പള്ളിയും അദ്ദേഹത്തിന്റെ സാഹിത്യ സഭരയാൽ പ്രസിദ്ധമായ അർണോസ് ഭവനും വേലൂരിന്റെ അഭിമാന സ്തംഭങ്ങളാണ്. കലാഗ്രാമമായ വേലൂർ പ്രസിദ്ധരായ ഒട്ടനവധി കലാസാഹിത്യകാരന്മാർക്ക് ജന്മം നൽകിയിട്ടുണ്ട്. വിപ്ലവ സമര പോരാട്ടങ്ങളുടെ ഭൂമികയായതിനാൽ ഇവിടത്തെ തദ്ദേശ പോരാട്ടങ്ങൾക്ക് വീറും വാശിയും കൂടുതലാണ്. LDFനും UDFനും BJPക്കും ഒരുപോലെ വേരോട്ടമുള്ള മണ്ണാണ് ഇപ്പോൾ വേലൂർ പഞ്ചായത്ത്. അതിനാൽ തന്നെ ശക്തമായ ത്രികോണ മത്സരമാണ് ഭൂരിഭാഗം വാർഡുകളിലും നടക്കുന്നത്. UDFും LDFും മാറി മാറി ഭരിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 2 തവണയായി പഞ്ചായത്ത് ഭരണം കൈയാളിയത് LDF ആണ്. 2015-ൽ 8 LDF, 6 UDF, 3 BJP എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020-ൽ 9 LDF, 7 UDF, 1 BJP ഇങ്ങനെയാണ് കക്ഷിനില. കഴിഞ്ഞ 10 വർഷത്തെ വികസനത്തിന്റെ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് കഴിഞ്ഞ കാലയളവിൽ പഞ്ചായത്ത് സാരഥിയായിരുന്ന
TR ഷോബി പറയുന്നു. കഴിഞ്ഞ 10 വർഷങ്ങളിൽ എന്ന് പറഞ്ഞാൽ സമഗ്ര വികസനത്തിൻ്റെ 10 വർഷങ്ങളാണ്. അത് ഒരു മേഖല എന്നുള്ളതല്ല, എല്ലാ മേഖലകളിലും സമഗ്രമായ പുരോഗതി കൊണ്ടുവരാൻ ഈ ഭരണസമിതികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ യാഥാർത്ഥ്യകരമായ ഒരു കാര്യം. തളിർ ബഡ്സ് സ്കൂൾ ഇന്ന് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച സ്കൂളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. തൃശ്ശൂർ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ ഏറ്റവും നല്ല മികച്ച ബഡ്സിനുള്ള അവാർഡ് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. ഏറ്റവും മികച്ച ഭിന്നശേഷി മേഖലയിലുള്ള ഏറ്റവും മികച്ച പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ വേലൂർ പഞ്ചായത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് അവാർഡ് നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏറ്റവും മികച്ച സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ആശുപത്രി എന്നുള്ള രീതിയിലുള്ള കായകൽപ്പം അവാർഡ്, ജില്ലാ അവാർഡുകൾ, ദേശീയ നിലവാരത്തിലുള്ള ശുചിത്വവുമായി ബന്ധപ്പെട്ട ഗുണനിലവാര പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള അവാർഡുകൾ നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. സൗജന്യമായി നെൽവിത്ത് കൊടുക്കൽ, കൂലിച്ചെലവ് നൽകൽ, അതുപോലെ തന്നെ പച്ചക്കറികൾക്കുള്ള ആനുകൂല്യങ്ങൾ നൽകൽ, അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കാനും വിവിധ പാടശേഖരങ്ങൾക്ക് സൗജന്യമായി നമുക്ക് മോട്ടോർ പമ്പ് സെറ്റുകൾ നൽകാനും അവിടെ കൃഷി കൂടുതൽ കൊണ്ടുവരാനും അങ്ങനെ തരിശുരഹിത പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ച ഒരു ഭരണസമിതി എന്നുള്ള രീതിയിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. ലൈഫ് ഭവന പദ്ധതി, കുടിവെള്ള പദ്ധതികൾ, റോഡുകൾ, വഴിവിളക്കുകൾ, കാർഷിക മേഖല, ആരോഗ്യം, വിദ്യാഭ്യാസം, ചെറുകിട വ്യവസായം, കുടുംബശ്രീ, തൊഴിലുറപ്പ്, ഊർജം, മാലിന്യ സംസ്കരണം, ഭിന്നശേഷിക്കാരുടെ ഉന്നമനം തുടങ്ങി നാടിന്റെ വളർച്ചയ്ക്കും ജനങ്ങളുടെ ജീവിതം ഗുണകരമാക്കുവാനും MLAയുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി ഒട്ടനവധി കർമ്മ പദ്ധതികൾ നടപ്പിലാക്കിയെന്ന് LDF അവകാശപ്പെടുന്നു. ആധുനിക രീതിയിലുള്ള പഞ്ചായത്ത് ഓഫീസ് കെട്ടിട നിർമ്മാണവും ഭിന്നശേഷി വിഭാഗക്കാർക്കായി തളിർ എന്ന പേരിൽ റീഹാബിലിറ്റേഷൻ സെന്റർ നിർമ്മിച്ച് അവരുടെ ഉന്നമനത്തിനായി പദ്ധതികൾ നടപ്പിലാക്കി സംസ്ഥാന സർക്കാരിൻ്റെതുൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയതും വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആധുനികവൽക്കരണവും കിടായിപ്പാടം ജലസംരക്ഷണ പദ്ധതിയും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. എന്നാൽ 10 വർഷത്തെ LDF ഭരണം വലിയ പരാജയമായിരുന്നുവെന്നും സർവ്വമേഖലയിലും വികസന മുരടിപ്പാണ് സൃഷ്ടിച്ചതെന്നും കോൺഗ്രസും BJPയും ആരോപിക്കുന്നു. ഗ്രാമീണ റോഡുകൾ തകർന്ന് യാത്രായോഗ്യമല്ലാതായിത്തീർന്നു. ലൈഫ് വീടുകൾക്ക് പണം നൽകാത്തതിനാൽ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അഴിമതിയും അപാകത കൊണ്ടും കിടായിപ്പാടം സംരക്ഷണ ഭിത്തികൾ ഇടിഞ്ഞു വീണു. ഹെൽത്ത് സെന്റർ മഴ പെയ്താൽ ചോർന്നിലിക്കുന്ന സ്ഥിതിയാണ്. ആഡംബര രീതിയിൽ പഞ്ചായത്ത് കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി പഞ്ചായത്തിന്റെ തനത് ഫണ്ട് 3.5 കോടി രൂപ വകമാറ്റി ചെലവഴിച്ചു. ഇതിനെ തുടർന്ന് വാർഡുകളിലെ വികസന പ്രവർത്തികൾ തടസ്സപ്പെട്ടു. റോഡ്, കുടിവെള്ള പദ്ധതികൾ പൂർണ്ണമായി നിലച്ചു. കെട്ടിടം പണിക്ക് ഫണ്ട് കണ്ടെത്താനായി ബിൽഡിംഗ് ടാക്സ് 8% നിന്ന് 10% ഉയർത്തി ജനങ്ങൾക്ക് നികുതി ഭാരം വർദ്ധിപ്പിച്ചുവെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. വലിയ രീതിയിൽ പറഞ്ഞ് കൊട്ടിഘോഷിച്ച ജനങ്ങൾക്കും കൃഷിക്കാർക്കും ഏറെ ആവശ്യമുള്ള കിടായിപ്പാടം പദ്ധതി വെള്ളത്തിലായത് നമ്മളൊക്കെ കണ്ടാവും. 3.5 കോടി 4 കോടി രൂപ വെള്ളത്തിലായി പോയി. അതിനെ കുറിച്ച് യാതൊന്നും ചെയ്യാനായിട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി നേരിട്ട് ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വേലൂർ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുക. ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് പൊളിച്ചിട്ട റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ കരാറുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോലും ഈ ഭരണസമിതി ചെറുവിരൽ അനക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വിഷമമുള്ള ഒരു പദ്ധതിയായിട്ടിരിക്കുന്നത്. ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു ശ്മശാനം. ഗ്യാസ് ക്രിമിറ്റോറിയത്തിന് വേണ്ടി ഘട്ടം ഘട്ടമായിട്ട് പഞ്ചായത്തിന്റെ ഫണ്ടും അതുപോലെ തന്നെ ഒക്കെ പണി കഴിപ്പിക്കേണ്ടത് ഇപ്പോഴും ഓഡിറ്റിംഗിൽ പോലും ഒബ്ജക്ഷൻ വന്നിട്ട് കിടക്കുക. അത് പൂർത്തിയാക്കാനായിട്ട് പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. പഞ്ചായത്ത് മാറി മാറി ഭരിച്ച LDFും UDFും ജനദ്രോഹ ഭരണമാണ് കാഴ്ചവെച്ചതെന്നും എടുത്തു പറയാൻ കഴിയുന്ന ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും നടപ്പിലാക്കാൻ കഴിഞ്ഞ ഭരണസമിതികൾക്കൊന്നും സാധിച്ചിട്ടില്ലെന്ന് BJP അംഗം ആരോപിക്കുന്നു. വേലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തകർന്നടിഞ്ഞ റോഡുകളാണ്. അതിനൊരു എക്സാമ്പിളാണ് ചുങ്കം മുണ്ടൂർ റോഡ്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ ഒരു റോഡാണത്. ഇതുവരെയും അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. കത്താത്ത സ്ട്രീറ്റ് ലൈറ്റുകൾ, അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇട്ടിട്ട് സ്ട്രീറ്റ് മെയിൻ വലിക്കാൻ ഇതുവരെ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഫണ്ടില്ലാത്ത ഒരവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ കിടായിപ്പാടം കുടിവെള്ള പദ്ധതി ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോഴും കുടിവെള്ളം കിട്ടാത്ത കുടുംബങ്ങൾ ഇനിയും ബാക്കിയായി നിൽക്കുകയാണ്. ജനങ്ങൾക്ക് ദോഷം മാത്രം ചെയ്തിട്ടുള്ള ഒരു ദുർഭരണം എന്ന് തന്നെ പറയത്തക്ക രീതിയിലുള്ള ഒരു ഭരണമാണ് LDF ഭരണസമിതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ ഇതെല്ലാം രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണെന്നും തുടർഭരണം ലഭിക്കുമെന്ന് LDFും, എന്നാൽ ജനദ്രോഹ ഭരണത്താൽ ഇത്തവണ ജനവിധി അനുകൂലമാകുമെന്ന് UDFും, കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് BJPയും അവകാശപ്പെടുന്നു. പോരാട്ട വീര്യമുള്ള മണ്ണാണ് വേലൂർ പഞ്ചായത്ത്. ഭരണ മികവുകൾ ഉയർത്തിക്കാട്ടി തുടർഭരണത്തിനായി LDF ശ്രമിക്കുമ്പോൾ ഭരണകോട്ടങ്ങൾ എടുത്തു പറഞ്ഞ് നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് UDF. നില കൂടുതൽ മെച്ചപ്പെടുത്തി ഭരണസമിതിയിൽ നിർണായക സ്വാധീനം ചെലുത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് BJPയും. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM മുർഷീദ്, ഇരുമ്പപ്പെട്ടി. മുണ്ടകൻ പാടത്തുണ്ടാകുന്ന രോഗങ്ങൾ കർഷകരെ വലയ്ക്കുന്നു. കതിരുകൾ വന്ന നെല്ലിനാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. ഇതോടെ വിളവ് കുറയുമെന്ന ആശങ്കയിലാണ് കർഷകർ.
പഴഞ്ഞി അരുവായി പാടത്താണ് നെല്ലിന് രോഗം ബാധിച്ചത്. നെല്ലിന്റെ വരൾച്ച മുരടിക്കുന്ന രോഗമാണ് പാടത്ത് പടരുന്നത്. ഇതോടെ പലയിടത്തും നെൽക്കതിരുകൾ പതിരാവുകയാണ്. ചെടികളുടെ ഇലകൾക്കാണ് ആദ്യം രോഗം ബാധിക്കുന്നത്. പിന്നീട് നെല്ലിന്റെ വരൾച്ച മുരടിക്കുകയാണ് ചെയ്യുന്നത്. കൃഷിഭവനിൽ പലതവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ കൃത്യമായ മരുന്നുകൾ നിർദ്ദേശിക്കുന്നില്ലെന്ന് കർഷകർ പരാതിപ്പെട്ടു. ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് ക്ലാസുകൾ ഉള്ളതിനാൽ പലപ്പോഴും കൃഷിയിടത്തിൽ വരുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. രോഗം പടരാതിരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സീലിംഗ് സാമൂഹിക വിരുദ്ധർ തകർത്ത സംഭവത്തിൽ ചോദ്യം ചെയ്യാൻ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ സ്കൂളിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. സംഭവത്തിൽ ഒരു ബന്ധവുമില്ലാത്ത വിദ്യാർത്ഥികളുടെ പേരുവിവരങ്ങൾ സ്കൂൾ അധികൃതർ പോലീസിന് നൽകിയെന്നും വിദ്യാർത്ഥികളെ കുറ്റവാളികളാക്കി സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കാൻ പ്രിൻസിപ്പൽ കൂട്ടുനിന്നുവെന്നും ആരോപിച്ചാണ് ഓഫീസിന് മുന്നിലിരുന്ന് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പരാതിയിൽ ആരുടെയും പേരില്ലെന്നും വിദ്യാർത്ഥികളെ പോലീസ് ചോദ്യം ചെയ്ത നടപടിയിൽ സ്കൂളിന് പങ്കില്ലെന്നും പ്രിൻസിപ്പൽ ഷീബ ജോസ് അറിയിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സീലിംഗുകളും ടാപ്പുകളുമാണ് കഴിഞ്ഞ ദിവസം സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തത്. സംഭവത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് മരത്തംകോട് തളി സ്വദേശികളായ 2 വിദ്യാർത്ഥികളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തത്. മരത്തംകോട് സ്വദേശിയായ വിദ്യാർത്ഥിയെ അന്വേഷിച്ച് പോലീസ് സ്കൂളിലെത്തിയപ്പോൾ കുട്ടി സ്കൂളിൽ ഉണ്ടായിട്ടും സ്കൂളിൽ എത്തിയിട്ടില്ല എന്നാണ് സ്കൂൾ അധികൃതർ അറിയിച്ചിരുന്നത്. തുടർന്ന് പോലീസ് മരത്തംകോട് ചെന്ന് വീട്ടിലും പരിസര പ്രദേശത്തും കുട്ടിയെക്കുറിച്ച് അന്വേഷണം നടത്തുകയും കുട്ടിയെ വൈകിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് പോലീസ് സ്റ്റേഷനിലെത്തിയ കുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. തനിക്ക് ബന്ധമില്ലാത്ത സംഭവത്തിൽ പോലീസ് നാട്ടിലെത്തി തന്നെ കുറ്റവാളിയാക്കി ചിത്രീകരിച്ചെന്നും താൻ സ്കൂളിലുണ്ടായിട്ടും അത് മറച്ചുവെക്കുകയും തൻ്റെ പേരും വിവരങ്ങളും പോലീസിന് നൽകുകയും ചെയ്ത നടപടിയിൽ പ്രിൻസിപ്പൽ മറുപടി തരണമെന്ന് മരത്തംകോട് സ്വദേശി അൽതാഫും സ്കൂൾ ചെയർമാൻ ദിൽഷാദും പറഞ്ഞു. ഇന്നലെ 5 മണി മുതൽ 9:30 വരെ സ്റ്റേഷനിൽ തന്നെയായിരുന്നു. ഇന്നലെ സ്കൂളിൽ പ്രസന്റ് ആയിട്ടും ഞാൻ പ്രസന്റ് ആയിട്ടില്ലേ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോലീസിനെ അയച്ചു. അങ്ങനെ നാട്ടിൽ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരെ ഇത് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ പറയണത് ടീച്ചറോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ അടിച്ചു പൊട്ടിച്ചിട്ട് ഇവിടെ വീഡിയോ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യാണ്. അതിന് മുമ്പ് പറഞ്ഞത് ഇത് പുറത്തുനിന്നുള്ള പാർട്ടിക്കാർ ഞങ്ങളെ താങ്ങിയിട്ടാണ് ഇതിപ്പോൾ ഇവിടെ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയേക്കുന്നത്. ഇപ്പോൾ പ്രിൻസിപ്പള് പറയണതെന്ന് വെച്ചാൽ എൻ്റെ ഡീറ്റെയിൽസും ഫോട്ടോസൊന്നും പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. പക്ഷെ സാറുമാർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ നിന്ന്. അതെന്താണെന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് അറിയണം. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഉള്ള കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതാണ് പ്രിൻസിപ്പാൾ. തെറ്റായ രീതിയിലുള്ള സംസാരം വന്നത്. ഞങ്ങൾക്കറിയാം എന്തുണ്ടായിരുന്നു ഇതൊക്കെ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഇവനല്ല ഇതിൽ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു വിദ്യാർത്ഥിയുടെ പേരും പരാതിയിൽ പറഞ്ഞിട്ടില്ലെന്നും കുട്ടികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത സംഭവം സ്കൂൾ സമയത്തിന് ശേഷമായതിനാൽ ഇതേക്കുറിച്ച് അറിയില്ലെന്നും സംഭവവുമായി സ്കൂളിന് ബന്ധമില്ലെന്നുമാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ഗുരുവായൂരിൽ കാറിടിച്ച് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ തട്ടി ബൈക്ക് യാത്രികർക്ക് പരിക്കേറ്റു. ഗുരുവായൂർ സ്വദേശി കുറുപ്പത്ത് കണ്ണൻ, തമിഴ്നാട് സ്വദേശി കണ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. തൈക്കാട് പള്ളി റോഡിന് സമീപം ഉച്ചതിരിഞ്ഞ് 3:30യോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ ആക്ട്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയലാർ രാമവർമ്മ എഴുതി ദേവരാജൻ മാസ്റ്റർ ഇടമിട്ട് യേശുദാസ് ആലപിച്ച കായാമ്പൂ കണ്ണിൽ വിടരും എന്ന ഗാനം കേൾക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. എന്നാൽ കായാമ്പൂ കണ്ടവർ എത്ര പേരുണ്ടാകും എന്ന ചോദ്യത്തിന് അപൂർവം ആളുകൾക്കേ മറുപടി ഉണ്ടാകും. അത്യപൂർവമായി മാത്രം കണ്ടുവരുന്ന പൂവാണ് നീല നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന കായാമ്പൂ. പുതുശ്ശേരി ചിറ്റിലപ്പള്ളി ജോഷി ജോസഫിന്റെ വീട്ടിലാണിപ്പോൾ കായാമ്പൂ വിരിഞ്ഞു നിൽക്കുന്ന അപൂർവ കാഴ്ചയുള്ളത്. 2015 ലോക പരിസ്ഥിതി ദിനത്തിൽ പഞ്ചായത്ത് കൃഷിഭവനിൽ നിന്ന് ലഭിച്ചതാണ് ഈ ചെടി. കാശാവ് എന്ന ചെടിയിലാണ് ഇവ വിരിയുന്നത്. കായാവ്, അഞ്ജനമരം, കനലി, കണലി, കാഞ്ഞാവ്, ആനക്കൊമ്പി, നീലാഞ്ജനി എന്നുള്ള പേരുകളും ഇവയ്ക്കുണ്ട്. 10 മുതൽ 15 അടി വരെ ഉയരമാണ് സാധാരണ നിലയിൽ കാശാവ് ചെടികൾക്കുണ്ടാകാറുള്ളത്.
വർഷത്തിലൊരിക്കൽ മാത്രമാണ് പൂക്കുന്നത്. പൊതുവെ ഏപ്രിൽ മാസങ്ങളിലാണ് ചെടി പൂക്കുന്നതായി കാണാറുള്ളത്. മെയ് പകുതിയോളം വരെ ഈ പൂക്കൾ ഉണ്ടാകും. മനോഹരമായ ചെറുനീലവർണ്ണത്തിലുള്ള പൂക്കൾ കുലകളായി തണ്ടിനോട് ചേർന്ന് പറ്റിപ്പിടിച്ച നിലയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ കൊഴിയാൻ തുടങ്ങുന്നതിന് മുന്നോടിയായി നീല നിറത്തിലുള്ള പൂവുകൾ ഇളം റോസ് നിറത്തിലേക്ക് മാറുന്നതായും കാണാം. ഹൈന്ദവ ദൈവസങ്കല്പത്തിലും കായാമ്പൂവിന് വലിയ പ്രാധാന്യമാണുള്ളത്. ശ്രീകൃഷ്ണന് കായാമ്പൂവിന്റെ നിറമാണ്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണന് കായാമ്പൂ വർണ്ണൻ എന്ന മറ്റൊരു പേരുമുണ്ട്. ജോഷിയുടെ വീട്ടുമുറ്റത്ത് 2015 നട്ടുപിടിപ്പിച്ച കാശാവ് ചെടി 2 വർഷം മുൻപാണ് ആദ്യമായി പൂവിട്ടത്. എല്ലാ വർഷവും കായാമ്പൂ പൂക്കൾ ഉണ്ടാകുന്നതും അപൂർവമാണ്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് സുവോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ബോട്ടണി ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റുകൾ സംയുക്താഭിമുഖ്യത്തിൽ കേരള ജൈവ വൈവിധ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി 2 ദിവസങ്ങളിലായി നടക്കുന്ന ദേശീയ സെമിനാറിന് തുടക്കമായി. കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് വിജോയ് അധ്യക്ഷനായി. ജൈവ വൈവിധ്യ ബോർഡ് അംഗം ഡോക്ടർ എ വി സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണവും ജൈവ വൈവിധ്യ ബോർഡിന്റെ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ സി എ ശിൽപ, IQAC കോർഡിനേറ്റർ ഡോക്ടർ ടി ഡി ശ്രീജ, ബോട്ടണി വിഭാഗം അധ്യാപകൻ ഡോക്ടർ പ്രജിത്ത്, കോളേജ് യൂണിയൻ സെക്രട്ടറി MR ജ്യോതിഷ് കുമാർ, സുവോളജി വിഭാഗം അധ്യക്ഷനും സെമിനാർ കോർഡിനേറ്ററുമായ ഡോക്ടർ പി സന്തോഷ്, സുവോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ KR ബ്രിനേഷ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ എ വി സന്തോഷ് കുമാർ, ഡോക്ടർ എ വി രഘു, ഡോക്ടർ സ്വപ്ന ജോണി എന്നിവർ ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള വിവിധ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ചിറ്റണ്ട കാർത്തിയേനി ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം വർണ്ണാഭമായി. പുലർച്ചെ 4-ന് പള്ളി ഉണർത്തൽ, അഭിഷേകം, ഉഷപൂജ, പ്രഭാത പൂജ എന്നിവയുണ്ടായി. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 9:30-ന് നവകം, പഞ്ചഗവ്യം, കലശമാടൽ, ഉച്ചപൂജ എന്നിവ നടന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ഗജവീരന്മാരോടുകൂടി എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, മേളം, നടക്കൽ പറവെപ്പ്, തുടർന്ന് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ചിങ്കാരിമേളം, കാവടി, ഗരുഡൻ തിറ, നാദസ്വരം, തെയ്യം എന്നിവയുണ്ടായി. ദീപാരാധന, നെയ്വിളക്കിൽ സഹസ്രദീപം തെളിയിക്കൽ, 7-ന് ദൃശ്യാവിഷ്കാരം, ഡബിൾ തായമ്പക എന്നിവയും നടന്നു. ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ്, പ്രസിഡന്റ് PS ശ്രീജിത്ത്, സെക്രട്ടറി P രാംകുമാർ എന്നിവർ നേതൃത്വം നൽകി. വാഗ കാർത്തിയേനി ദേവി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം ആഘോഷിച്ചു. രാവിലെ 5 മണിക്ക് നട തുറക്കലിന് ശേഷം ഇളനീർ അഭിഷേകം, പാലഭിഷേകം എന്നിവയുണ്ടായി. തുടർന്ന് മലർനിവേദ്യം, ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം നടയടച്ചു. ഉച്ചതിരിഞ്ഞ് 4:30-ന് നട തുറക്കൽ, തൃക്കാർത്തിക ദീപം തെളിയിക്കൽ, ദീപാരാധന. തുടർന്ന് 7 മണിക്ക് ഗുരുവായൂർ ജയപ്രകാശ് നേതൃത്വം നൽകിയ തായമ്പകയും അരങ്ങേറി. തുടർന്ന് ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. തൃക്കാർത്തികയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പ്രസാദഊട്ടും ഒരുക്കിയിരുന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു. ഗുരുവായൂർ ദേവസ്വം കീഴേടം കാവീട് കാർത്തിയേനി ദേവി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം ആഘോഷിച്ചു. മേൽശാന്തി രാജേഷ് നമ്പൂതിരി ദീപം കൊളുത്തി തുടക്കം കുറിച്ചു. ചുറ്റുവിളക്ക്, നിറമാല, ക്ഷേത്രാങ്കണം മുഴുവനും വൃക്ഷങ്ങൾക്കു ചുറ്റും കാർത്തിക ദീപം തെളിയിച്ചു. സേവാസമിതി പ്രസിഡന്റ് ഹേമ ടീച്ചർ, സെക്രട്ടറി ഡോക്ടർ സുരേഷ് നായർ എന്നിവർ നേതൃത്വം നൽകി. സമിതി അംഗങ്ങൾ, ഭക്തജന കൂട്ടായ്മ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ക്രിസ്തുമസിനെ വരവേറ്റ് കുണ്ടന്നൂർ കർമ്മലമാതാ ദേവാലയത്തിൽ KCYM-ന്റെ നേതൃത്വത്തിൽ കൂറ്റൻ നക്ഷത്രം സ്ഥാപിച്ചു. 25 അടി ഉയരത്തിൽ നിർമ്മിച്ച ഭീമൻ നക്ഷത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം വികാരി ഫാദർ സെബി കവലക്കാട്ട് നിർവഹിച്ചു. KCYM പ്രസിഡന്റ് CA സാമുവൽ, ഭാരവാഹികളായ കുര്യാക്കോസ് തറയിൽ, സിജോ ചുങ്കത്ത്, ജോൺ കൂടുങ്ങൽ, സ്റ്റാർ കമ്മിറ്റി അംഗങ്ങൾ സ്റ്റാൻലി, ഫെബിൻ, ക്രിസ്റ്റോ, എഡ്വിൻ, റിൻസൺ, ഷാരോൺ, നെവിൻ, അതുൽ എന്നിവർ നേതൃത്വം നൽകി. നക്ഷത്രങ്ങൾ ഭവനങ്ങളിൽ തൂക്കിയിടുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, നക്ഷത്രം പ്രകാശം പരത്തുന്നു. ആ പ്രകാശം യേശുവിൻ്റെ പ്രകാശമാണ്. അത് മറ്റുള്ളവർക്ക് വഴികാട്ടിയായി തീരാനുള്ളതാണ്. ഇതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതവും മറ്റുള്ളവർക്ക് പ്രകാശം പകരാനുള്ളതാണ്.
വഴികാട്ടിയായി തീരാനുള്ളതാണ് എന്നുള്ള വലിയ സന്ദേശമാണ് നക്ഷത്രങ്ങൾ ഉയർത്തുന്നതിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക. ക്രിസ്തുമസ് കരോളുകൾക്ക് തുടക്കം കുറിച്ച് അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ കരോൾ നടന്നു. പള്ളി അങ്കണത്തിൽ നിന്നാണ് കരോളിന് തുടക്കമായത്. മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറി KP സാക്സന്റെ വസതിയിലും ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ കരോൾ സംഘം എത്തി കരോൾ ഗാനങ്ങൾ ആലപിച്ചു. വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ്, ഇടവക ട്രസ്റ്റി PK പ്രജോത്, സെക്രട്ടറി K ബാബു ഇട്ടുപ്പ്, ഭരണസമിതി അംഗങ്ങൾ, യുവജന പ്രസ്ഥാനം അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ദേവസ്വം ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് പിന്തുണയായി കേരള ഗ്രാമീണ ബാങ്ക് 50 കമ്പ്യൂട്ടറുകൾ നൽകി. ദേവസ്വത്തിലെ ഭരണപരമായ കാര്യക്ഷമതയും സാങ്കേതിക വികസനവും ലക്ഷ്യമിട്ട് ബാങ്കിന്റെ സാമൂഹിക പ്രതിബദ്ധതാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കമ്പ്യൂട്ടറുകൾ നൽകിയത്. കിഴക്കേ ഗോപുര കവാടത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് ചെയർപേഴ്സൺ വിമല വിജയഭാസ്കറിൽ നിന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ കമ്പ്യൂട്ടറുകൾ ഏറ്റുവാങ്ങി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, മനോജ് P നായർ, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ക്ഷേത്രം DA പ്രമോദ് കളരിക്കൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടന മജ്ലിസ് ഗുദ്ദാമുൽ അഹമ്മദിയ കേരള ഘടകം പ്രസിഡന്റും ഭാരവാഹികളും ആളൂർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൌസിൽ സന്ദർശനം നടത്തി. പ്രാദേശിക യുവജന സംഘടനാ പ്രവർത്തക സമിതിയെ നേരിൽ കാണുകയാണ് പര്യടനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് റോഷൻ അഹമ്മദും സംഘവും പറഞ്ഞു. ആളൂരിലെ അഹമ്മദിയ യുവജന സംഘടനാ പ്രവർത്തനങ്ങളെ സംഘം വിലയിരുത്തി. കേരള സ്റ്റേറ്റ് ഭാരവാഹികളായ റോഷൻ അഹമ്മദ് കോഴിക്കോട്, അമീർ സയ്യിദ് വയനാട്, മജ്ലിസ് ഗുദ്ദാമുൽ അഹമ്മദിയ ഇൻസ്പെക്ടർ ഗുലാം അഹമ്മദ് കശ്മീർ, ജില്ലാ ഭാരവാഹികളായ മുസ്ലിം മുറിയക്കണ്ണി, മുസദിഖ് മുറിയക്കണ്ണി, ആളൂർ അഹമ്മദിയ യുവജന സംഘടനാ പ്രസിഡന്റ് താഹിർ അഹമ്മദ്, ചാവക്കാട് യുവജന സംഘടനാ പ്രസിഡന്റ് ഹിഷാം ആളൂർ, അഹമ്മദിയ മുസ്ലിം മിഷണറി മൗലവി ഗുലാം അഹമ്മദ് എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ ഭാരവാഹികളടങ്ങുന്ന എടക്കളത്തൂർ നിർമ്മല ഓർഫനേജിലെ അന്തേവാസികളെ സന്ദർശിച്ച് സാധനങ്ങൾ വിതരണം ചെയ്താണ് സംഘം മടങ്ങിയത്. ചരമം. മറ്റം കാക്കശ്ശേരി കാർലി ഫ്രാൻസിസ് മകൾ ഫെസി റോസ് നിര്യാതയായി. 17 വയസ്സായിരുന്നു. ക്യാൻസർ ബാധിതയായി ദീർഘനാളായി ചികിത്സയിലായിരുന്നു. കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് ഫെസി റോസ്. സുമി മാതാവാണ്. ഫെമിൻ റോസ് സഹോദരിയാണ്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10:30 മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടത്തും. അഞ്ഞൂർ ചെമ്മണ്ണൂർ കൊച്ചുണ്ണി ഭാര്യ മോളുകുട്ടി നിര്യാതയായി. 89 വയസ്സായിരുന്നു. മിൽട്ടൺ, ബെന്നി, ഗീവർ, മേഴ്സി, ഗ്രേസി, ലിസി എന്നിവർ മക്കളാണ്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 തൊഴിയൂർ സെന്റ് ജോർജ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ഹക്കിക്കാവ് കൊങ്ങണ്ണൂർ ചെറുതുരുത്തി വീട്ടിൽ കൗസല്യ നിര്യാതയായി. 90 വയസ്സായിരുന്നു. പരേതനായ കൊച്ചുണ്ണിയാണ് ഭർത്താവ്. പരേതരായ അരവിന്ദാക്ഷൻ, അംബിക എന്നിവർ മക്കളാണ്. സംസ്കാരം നടത്തി. കടപ്പുറം ഉപ്പാപ്പ പള്ളിയുടെ സമീപം താമസിച്ചിരുന്ന പരേതനായ ഹമീദ് മകൻ നാലകത്ത് ബാവു ഹാജി നിര്യാതനായി. 80 വയസ്സായിരുന്നു. ഉപ്പാപ്പ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് നാലകത്ത് ബക്കർ ഹാജിയുടെ സഹോദരനാണ് പരേതൻ. റുക്കിയ, പരേതയായ ആത്തിക്ക എന്നിവർ ഭാര്യമാരാണ്. നൌഷാദ്, ഫൈസൽ, ഷഹീർ, ഷെബീർ, റിൻഷാദ് എന്നിവർ മക്കളാണ്. ഖബറടക്കം വെള്ളിയാഴ്ച രാവിലെ 9:30 വാഴപ്പുള്ളി ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തും. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,885 രൂപ, പവന് 95,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 185 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ബലാത്സംഗ കേസിൽ പ്രതിയായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന് കനത്ത തിരിച്ചടി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളി. ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. ചൂണ്ടലിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയിരുന്ന സ്വകാര്യ വാനിൽ കാറിടിച്ച് 5 പേർക്ക് പരിക്ക്. ചൂണ്ടൽ ഐസ് പ്ലാന്റിന് സമീപം വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം.
എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സീലിംഗ് സാമൂഹിക വിരുദ്ധർ തകർത്ത സംഭവത്തിൽ ചോദ്യം ചെയ്യാൻ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ സ്കൂളിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. തങ്ങൾക്ക് ബന്ധമില്ലാത്ത സംഭവത്തിൽ കുറ്റക്കാരായി പോലീസ് തങ്ങളെ ചിത്രീകരിച്ച് മാനസികമായി പീഡിപ്പിച്ചുവെന്നും പ്രിൻസിപ്പൽ മറുപടി നൽകണമെന്നും ആരോപണ വിധേയരായ വിദ്യാർത്ഥികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.